എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഈച്ച ശല്യം ഉണ്ട് അല്ലേ. അപ്പോൾ ഈച്ച ശല്യം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ ഇതിൻ്റെയൊക്കെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള വിക്സ് മതി കേട്ടോ. വിക്സ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പാറ്റയോ പല്ലിയോ നമ്മുടെ പരിസരത്ത് പോലും വരില്ല. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള വിക്സ് കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതുപോലെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ബൗളെടുത്ത് അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് എല്ലാവരുടെ വീട്ടിലുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഉപ്പും ബേക്കിംഗ് സോഡയും ഈക്വലായിട്ടാണ് കേട്ടോ. ഓരോ സ്പൂണ് വീതമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് വിക്സാണ്. അപ്പോൾ വിക്സും നമ്മൾ ഒരു സ്പൂണ് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം വിക്സിന് നല്ലൊരു സ്മെല്ലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്മെല്ല് അതുപോലെ തന്നെ ഈ വിക്സിലുള്ള ആ ഒരു കണ്ടൻറ്റ് നമുക്ക് ഈച്ച പല്ലി പാറ്റതിൻ്റെയൊക്കെ ശല്യം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി, ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് ഉള്ള ഒരു ടിപ്പ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഒരു സ്പൂണോളം വിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം എടുത്തത്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉരുകി പോകുമല്ലോ. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഈ വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ. കാരണം ഈ ഒരു വിക്സ് മെൽറ്റായി അലിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും ചൂടുള്ള വെള്ളം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് വിക്സിന് ഒരു ലായനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാസ്ലൈന് വിക്സ് ഇതിലേക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും ആവാണ്ടിരിക്കുകയാണ് ചെയ്യുക. നോർമലി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും ആവാണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിക്സ് നല്ലപോലെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കുക. തിളച്ച വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊരു നല്ലൊരു മിശ്രിതമായിട്ട് കിട്ടും. ആ ഒരു ചെറു ചൂടോട് തന്നെ നമുക്ക് ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് രാത്രി പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ സിങ്കിൽ നല്ല പോലെ തന്നെ പാറ്റയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സിങ്കിലേക്ക് നമ്മളൊരു 3-6 സ്പൂൺ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഇനി പല്ലിയുടെ അതുപോലെ തന്നെ പാറ്റയുടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ശല്യം ഉണ്ടാവില്ല. നമുക്ക് കൂടുതലായിട്ട് സിങ്കിൽ പാറ്റ ശല്യമാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കുമ്പോൾ ആ പാത്രത്തിലൊക്കെ നമുക്ക് ആ ഒരു പാറ്റയുടെ ദ്രവ്യമൊക്കെ ആവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്കിൽ ഒഴിച്ചു. പിന്നെ നമ്മൾ വാഷ് ബേസിലും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഈച്ചയുടെയും പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല. പിന്നെ നമ്മളിതാ കുറച്ച് നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ അതുപോലെ തന്നെ കിച്ചൺ സ്ലാബിലൊക്കെ മുഴുവനായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റ അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടും മഴക്കാലമായിട്ട് ഈച്ച ശല്യമാണ്. അപ്പോൾ ഈച്ച ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഈച്ചകൾ പിന്നെ വന്നിട്ട് ഈ ഒരു സ്മെല്ല് കാരണം നമ്മൾ ആ ഒരു കിച്ചണിൻ്റെ സ്ലാബിലൊന്നും ഇരിക്കില്ല കേട്ടോ. ആ ഒരു സ്മെല്ലിൻ്റെ ആ ഒരു രൂക്ഷഗന്ധം കൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഒരു നല്ല സ്മെല്ലും ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ഗ്യാസിൻ്റെയൊക്കെ ആ ഒരു വിക്സിലുള്ള ആ ഒരു ഗ്യാസൊക്കെ തന്നെ ഈച്ച ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം ചെറിയ ഉറുമ്പുകളൊക്കെ വരുന്ന സ്ഥലത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉറുമ്പുക്കളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു ജനാല സൈഡിലൊക്കെ നമുക്ക് വല്ലാണ്ട് പല്ലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് പല്ലികളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പല്ലി വരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ സ്ഥലത്തൊക്കെ നമ്മളൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലപോലെ ഈച്ച ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തറ തുടക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഇതൊഴിച്ചുകൊണ്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വിക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേതെങ്കിലും ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.